എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28ാമത്തെ വയസ്സിൽ മന്ത്രിയാവുന്ന കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയക്കാരനാ രമേശ്. അതിനെപ്പറ്റി പരാതിയുണ്ട്. അദ്ദേഹത്തിന് കിട്ടാത്ത സ്ഥാനങ്ങളൊന്നുമില്ല. 2 സ്ഥാനം അദ്ദേഹത്തിന് കിട്ടാതെ പോയത്. ഒന്ന് ACC പ്രസിഡന്റ് ആയില്ല, 2 കേരള മുഖ്യമന്ത്രി ആയില്ല, ബാക്കിയൊക്കെ ആയി. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗവൺമെന്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ആ ഓപ്പറേഷൻ തൂഫാനാണ്. ഇപ്പൊ കല്യാണത്തിന്റെ തലേന്ന് വീട്ടിലെ പാർട്ടിക്ക് മദ്യം ഏതാണ്ട് നിർബന്ധമാണ് എന്ന് സാമാന്യമായിട്ട് ആയിട്ടുണ്ട്. പൊതുവെ മദ്യപിക്കാത്ത കൂട്ടരാണ് മുസ്ലിങ്ങൾ. ഞാൻ കേൾക്കുന്നത് അവരുടെ കല്യാണത്തിന് പോലും തലേന്ന് ഈ വിദേശ മദ്യം സൽക്കരിക്കുന്നുണ്ട് എന്നാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യ വാർത്തകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എന്റെ നടുക്കം മാറുന്നൊരു കാര്യമുണ്ട്. ഭർത്താവിനോട് പിണങ്ങിയപ്പോ ഗൾഫിലുള്ള ഭർത്താവിനെതിരായിട്ട് ഭാര്യ പരാതി കൊടുക്കുന്നത് എന്താണ്? സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെന്ന് കോടതിയെ തെളിഞ്ഞ കള്ളക്കേസാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗവൺമെന്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ആ ഓപ്പറേഷൻ തൂഫാനാണ്. അത് വളരെ, അതായത് സത്യം പറഞ്ഞാൽ VD സതീശൻ സർക്കാരിൻ്റെ ഇന്ന് വരെയുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും ഗംഭീരമായത് എന്താണെന്ന് വെച്ചാൽ ആ ഓപ്പറേഷൻ തൂഫാനാണ്. മയക്കുമരുന്നിനും ലഹരിക്കുമെതിരായിട്ടുള്ള പോരാട്ടം. അപ്പോൾ എനിക്ക് പറയാൻ വളരെ നാണക്കേടുണ്ട്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ, എൻ്റെ ജില്ലയിലാണ്, വടകരയിൽ 3 അധ്യാപികമാരെയാണ് അതിന് അറസ്റ്റ് ചെയ്തത്. അധ്യാപികമാർ ആലോചിച്ചു. അധ്യാപകർ ആണുങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, ശരിയാന്നല്ല, എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് അധ്യാപികമാർ, അവർ LPയിലോ UPയിലോ ഹൈസ്കൂളിലോ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് പലർക്കും നമ്മൾ കാണുന്ന ഒരു മാതൃഭാവമാണ്. ഇപ്പം MAക്ക് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് കുട്ടികളോട് അങ്ങനെ അമ്മയുടെ സ്ഥാനം അവർ സ്വയം ആലോചിക്കുക, കുട്ടികൾ ആലോചിക്കുക ചെയ്യില്ല. എന്നുവെച്ചാൽ LPയിലോ UPയിലോ ഹൈസ്കൂളിലോ അങ്ങനെയല്ലല്ലോ. മൂത്ത ചേച്ചിയായിട്ടോ അമ്മയായിട്ടോ അമ്മായി ആയിട്ടോ അല്ലേ? അങ്ങനെ ആ ഒരു രംഗത്ത് ഈ ലേഡി ടീച്ചേഴ്സ് ഇപ്പം ഉള്ളൊരു പ്രശ്നം, കേരളത്തിലുള്ളൊരു പ്രശ്നം, സ്ത്രീകളുടെ ഇടയിലുള്ള കുറ്റകൃത്യങ്ങൾ വളരെ കൂടിയിട്ടുണ്ട്, വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഈ നമ്മുടെ ഈ ഹണി ട്രാപ്പ്, ഈ തേൻകണി, അതൊരു പെണ്ണില്ലാതെ പറ്റില്ലല്ലോ. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണിനെ കാണിച്ച് മോഹിപ്പിച്ചിട്ട് തേൻകണി എന്നാണ് ഞാൻ അതിനൊരു മലയാളം ആലോചിക്കുന്നത്. ഇതുപോലെ മയക്കുമരുന്ന് കള്ളക്കടത്ത്, മയക്കുമരുന്ന് അതുപോലെ സ്വർണം കള്ളക്കടത്ത്, കഞ്ചാവ് വിൽപ്പന, ഇതൊക്കെ ഇപ്പോൾ സ്ത്രീകളുണ്ട്. പിന്നെ ഭർത്താവിനെ തല്ലിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അയാളെ തീ വയ്ക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ തല്ലാനോ കൊല്ലാനോ വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു, കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി വിഷം കൊടുക്കുന്നു. എന്തൊക്കെ നമ്മൾ കേൾക്കും. പണ്ടും ഉണ്ടാവും ഇതൊക്കെ. സ്ത്രീകളുടെ കുറ്റവാസന ഇപ്പൊ പുതുതായിട്ടുണ്ടായതായിരിക്കില്ല, പക്ഷെ ഇപ്പൊ ധാരാളം വാർത്തകൾ വരുന്നതുകൊണ്ട് വളരെ അമ്പരപ്പിക്കുന്നതാണ്. കാരണം ആണുങ്ങൾ എന്ത് അന്യായവും ചെയ്യും, പെണ്ണുങ്ങൾ അങ്ങനെയല്ല എന്ന് നമുക്കൊരു ധാരണയുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യ വാർത്തകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോ കാമുകൻ, ഒരു കല്യാണാലോചന വരുമ്പോൾ കാമുകനെ ഒഴിവാക്കുക എന്നുള്ള ഒരു പഴയ കഥയാണ്. അപ്പോൾ 1936 വന്നതാണ് രമണൻ, ചെങ്ങമ്പുഴയുടെ. അപ്പോൾ അവൾക്കൊരു ആലോചന വന്നപ്പോൾ അവൾക്ക് പിന്നെ ഈ ചന്ദ്രിക, അവൾക്ക് ഈ പ്രണയവും ഇയാളുടെ ഓടക്കുഴൽ വായനയും ഇയാളുടെ കാടിൻ്റെ ഭംഗിയും കാനന ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്നല്ല. പിന്നെന്താ വരുന്നത്? എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറുപോലുള്ളൊരു ജീവിതം, കാട്ടുപൂങ്കുളിർ ചോലയെ പോലെ പാട്ടുപാടുന്ന ജീവിതം എന്ന് പറഞ്ഞ് അവള് പോയി. രമണൻ സ്വയം തൂങ്ങി മരിക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി അയാൾക്ക് സർവത്ത് കൊടുത്ത് അതിൽ കുറേശ്ശെ വിഷം കൊടുത്ത് അയാളെ കൊല്ലുകയാണ്. അങ്ങനെ ഇതൊരു സാങ്കല്പിക രംഗമല്ല, കേരളത്തിൽ ഉണ്ടായൊരു സംഭവം ഞാൻ പറഞ്ഞു. എന്തൊക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ നടുക്കം മാറുന്നൊരു കാര്യമുണ്ട്. ഭർത്താവിനോട് പിണങ്ങിയപ്പോൾ ഗൾഫിലുള്ള ഭർത്താവിനെതിരായിട്ട് ഭാര്യ പരാതി കൊടുക്കുന്നത് എന്താണ്? സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെന്ന് കോടതിയെ തെളിഞ്ഞ കള്ളക്കേസാണ്. അപ്പൊ അങ്ങനെ ഇപ്പോൾ സ്ത്രീ പീഡനത്തിന്റെ പരാതികൾ മീറ്റു ക്യാമ്പയിനിൽ പലതും, എല്ലാം എന്നല്ല, പലതും കള്ളക്കഥകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ തരത്തില് ഇപ്പോ ഹവാല പണം, അല്ലെങ്കിൽ സ്വർണം കള്ളക്കടത്ത്,
അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇതിലൊക്കെ ഇപ്പോൾ സ്ത്രീ പങ്കാളിത്തം കൂടി വരും. അതിലിപ്പോൾ ഏറ്റവും പുതിയ ഒരു സംഗതിയാണ് ഈ മയക്കുമരുന്ന് കടത്തുന്നതിൽ അധ്യാപികമാർ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഇൻ്റലിജൻസിൻ്റെ ഒരു കക്ഷി വന്നിരുന്നു. അയാൾ പറഞ്ഞു ഒരിക്കലും കണ്ടാൽ മനസ്സിലാവില്ല, ഇത് അത്ര ചെറിയ സാധനമാണ്. ഇപ്പം മയക്കുമരുന്ന് മദ്യപിച്ച ഒരാളെ കണ്ടാൽ അറിയാലോ, കഞ്ചാവ് കഴിച്ചാൽ കണ്ടാൽ ഈ മയക്കുമരുന്ന് എന്താ MDMA, അത് കഴിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. അയാളുടെ കണ്ണോ മുഖം ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല, ശരീരത്തിൽ ഭയങ്കര ചൂടുണ്ടാവും അത്രേ, അത് അയാൾക്കേ മനസ്സിലാവുള്ളൂ, നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇവർ ലക്ഷക്കണക്കിന് ഉറുപ്പിക അവരുടെ അക്കൗണ്ടിൽ വന്നു. അപ്പം അതൊക്കെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അല്ലല്ലോ ഈ ക്രിമിനൽ കുറ്റങ്ങൾ നടത്തിയത്, നേരത്തെ തുടങ്ങിയത് തുടർച്ചയാണല്ലോ. അപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിനൊക്കെ ഒരിക്കലും വളരെ പ്രാപ്തിയോടുകൂടി തടയാൻ പറ്റാത്ത ഒന്നായിരുന്നു ഈ ലഹരി വ്യാപനം. 29 ബാർ ഉണ്ടായിരുന്നത് 900-അധികം ബാറായി മാറി 10 കൊല്ലത്തെ പിണറായി ഭരണം കൊണ്ട്. മാത്രമല്ല വീര്യം കുറഞ്ഞ മദ്യത്തിന് തീരുവ കുറയ്ക്കുക എന്നുള്ള ഒരു സംഗതി. അതിപ്പോൾ സതീശൻ ഗവൺമെൻറ് അതിൽ മുഴുവൻ നിരപരാധികളാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ മദ്യത്തിൻ്റെ ലഭ്യത വളരെ കൂടി. മാത്രമല്ല അതിന് വലിയ സാമൂഹ്യ അംഗീകാരം കിട്ടി. അതൊക്കെ ഒരു അന്തസ്സുള്ള കാര്യമാണ്. ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് വീട്ടിലെ പാർട്ടിക്ക് മദ്യം ഏതാണ്ട് നിർബന്ധമാണ് എന്ന് സാമാന്യമായിട്ട് ആയിട്ടുണ്ട്. ഇപ്പം പൊതുവെ മദ്യപിക്കാത്ത കൂട്ടരാണ് മുസ്ലിങ്ങൾ. ഞാൻ കേൾക്കുന്നത് അവരുടെ കല്യാണത്തിന് പോലും തലേന്ന് ഈ വിദേശ മദ്യം സൽക്കരിക്കുന്നുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കൂ. അത് ഈ ബാക്കി കാര്യങ്ങൾ പറയുന്ന പോലെയാണ്, പണ്ടൊക്കെ ഒളിച്ചും പത്തും ചെയ്ത് അത് സാമൂഹ്യ അംഗീകാരം കിട്ടി. അതൊക്കെ അന്തസ്സിന്റെ ഭാഗമായി. ഇപ്പോൾ 2 പെഗ് കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പിന്തിരിപ്പനാണ്, വളരെ യാഥാസ്ഥിതികനാണ്, ഒരു കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത ആളാണ്. അത് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ പല സുഹൃത്തുക്കൾക്കും എൻ്റെ കമ്പനിയൊക്കെ അവർക്ക് ഇഷ്ടമാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കമ്പനി വേണ്ട, എനിക്ക് ബസ് കയറി ഇങ്ങോട്ട് പോരാ, അവർക്ക് വേറെ, ഞാനതിൽ പെടില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മദ്യവിൽപ്പന കുറഞ്ഞ ജില്ല ഏതാണെന്നറിയാം? മലപ്പുറം. പക്ഷെ മലപ്പുറത്ത് നോമ്പ് കാലത്ത് വിൽപ്പന കുറവാ. അപ്പം കുടിക്കുന്ന ആരാന്ന് വ്യക്തമല്ലേ, അവരും കുടിക്കുന്നുണ്ടല്ലോ, മുസ്ലിങ്ങളും കുടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ മദ്യത്തിന്റെ ലഭ്യത കൂടുമ്പോൾ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിലേക്കുള്ള പ്രവേശനം വർദ്ധിക്കുകയാണ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് നോൺ ആൽക്കഹോളിക് ബീർ ഒക്കെ വന്നിരുന്നു. അതൊക്കെ ആൽക്കഹോളിക് ബീറിലേക്ക് ലഹരിയുള്ള മദ്യത്തിലേക്കുള്ള ഒരു ആദ്യപടി കവാടമായിട്ട് മാറും. പിന്നെ ഇപ്പം എന്താ എന്നുള്ള പിന്നെ കൂട്ടുകെട്ടത്തിൽ വളരെ പ്രധാനമാണ് കേട്ടോ. ഞാൻ കേട്ടത് ഈ MDMA എന്നുള്ളത് ഒരു തവണ ഉപയോഗിച്ചാൽ അതിന് അടിമപ്പെടുന്നതാണ്, അഡിക്റ്റ് ആവുന്നത്. എന്തൊരു സ്ഥിതിയാണ് ചോദിച്ചു. ഭയങ്കര വിലയെന്നാണ് കേട്ട്, വിശ്വസിക്കാൻ പറ്റാത്ത വിലയാണ്. എനിക്ക് കൃത്യം പറയാൻ അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് സതീശൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഗംഭീരമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ തൂഫാനാണ്. അതിന് പാർട്ടിഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, മതഭേദമില്ലാതെ, പ്രദേശഭേദമില്ലാതെ എല്ലാവരും അതിന് പിന്തുണ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ എൻ്റെ കണക്കിന് ഏറ്റവും ഗ്ലാമറുള്ള മന്ത്രി ആരെന്ന് വെച്ചാൽ അത് രമേശ് ചെന്നിത്തലയാണ്. കാരണം ഈ ഓപ്പറേഷൻ തൂഫാനാണ് ഇത് കാരണം. ഉറപ്പാണ് ഇത് ഇത്തരത്തിൽ ഇനിയിപ്പം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് തീരുവ കുറയ്ക്കുന്ന പരിപാടി അവർ നിർത്തിവെച്ചില്ലെങ്കിൽ ഈ സൽപ്പേര് ചിത്തപ്പേരായിട്ട് വരികയും ചെയ്യും. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുമ്പോഴും ഏറ്റവും സീനിയോറിറ്റി ഉള്ള നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു കേൾക്കുന്നു. പക്ഷെ അവസാന ഘട്ടം ആയപ്പോഴേക്കും അത് VD സതീശനോ KC വേണുഗോപാലോ എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എപ്പോഴും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാറി നിന്ന് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് രമേശ് ചെന്നിത്തലയെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും കഴിയില്ല എന്ന് വിചാരിച്ച ഒരിടത്തു നിന്ന് ആഭ്യന്തര വകുപ്പിനെ മികച്ചൊരു വകുപ്പാക്കി കൊണ്ടുവരാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ഒരു രീതികൾ എന്ന് പറയുന്നത് പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. അതെ, അല്ല എന്താ വെച്ചാൽ ഇപ്പോൾ MR അജിത് കുമാർ അദ്ദേഹം സസ്പെൻഡ് ചെയ്തല്ലോ, അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ആഭ്യന്തരമന്ത്രിക്കാണ്. പിന്നെ മേഘ വിചാരിച്ച മാതിരിയല്ല, വളരെ കുട്ടിക്കാലത്ത് MLA ആയ ഒരാളാണ് രമേശ് ചെന്നിത്തല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28ാമത്തെ വയസ്സിൽ മന്ത്രിയാവുന്ന കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയക്കാരനാ രമേശ്. അദ്ദേഹത്തിന് കിട്ടാത്ത സ്ഥാനങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2 സ്ഥാനം അദ്ദേഹത്തിന് കിട്ടാതെ പോയത്.
ഒന്ന് ACC പ്രസിഡന്റ് ആയില്ല, രണ്ട് കേരള മുഖ്യമന്ത്രി ആയില്ല, ബാക്കിയൊക്കെ ആയി. ശരിയാണ്. പലവട്ടം പിന്നെ മന്ത്രിയായി. കെ കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. അത് ചെറുപ്പത്തിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം മന്ത്രിയാവുമ്പോൾ അദ്ദേഹം നിയമസഭയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കാലുതൊട്ട് വന്നിക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അന്ന് കാലുതൊട്ട് വന്നിക്കുന്ന ഏർപ്പാട് കേരളത്തിലില്ല. അതൊക്കെ പഴഞ്ചനാണ്. ഇപ്പോൾ വീണ്ടും മടങ്ങി വരുന്നുണ്ട്. അതൊക്കെ ഹിന്ദുത്വ പാരമ്പര്യം പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കാലുകൊടുന്നൊക്കെ. അന്ന് രമേശ് ചെന്നിത്തല കാലുകൊട്ടതിനെ പറ്റി ഞങ്ങൾക്കൊക്കെ പരാതിയായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും മാറിക്കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ അവൻ എന്താ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരാ വന്നിരുന്നെങ്കിൽ ഈ അളവിൽ സതീശനെ പിന്തുണയ്ക്കാൻ മറ്റുള്ളവർക്ക് പറ്റില്ല. കാരണം KC വേണുഗോപാലിൻ്റെ പേര് വരുമ്പോൾ അദ്ദേഹം നിലവിൽ MLA അല്ല, MP ആണ്. രമേശ് MLA ആണ്. രമേശിൻ്റെ പേരെന്ന് വന്നിട്ട് ഇത്ര എളുപ്പം കിട്ടില്ല സതീശന്. പിന്നെ ഒരു സമയമാണ്, ഇനിയും ഒരവസരം ഉണ്ടാവും രമേശൻ തന്നെ ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പിന്നെ എനിക്ക് രമേശിനെ പറ്റി അങ്ങനെ ചീത്ത അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ വകുപ്പ് കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉണ്ട്. അല്ല ചിലപ്പോ ശ്രീജിത്ത് ഇപ്പൊ DGP ആയി, അതിനെപ്പറ്റി പരാതിയുണ്ട്. അതെ. ഇപ്പോൾ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് എല്ലാവർക്കും വളരെ അഭിപ്രായം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ശ്രീജിത്തിനെ DGP ആക്കിയതിനെ അത്ര അഭിപ്രായം ഇല്ല. അതിൽ കുറച്ച് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളെ പറ്റിയൊക്കെ ചില വിമർശനങ്ങളുണ്ട്. അല്ല, അപ്പൊ ഒരു വിമർശനം ഇല്ലാതെ ഭരിക്കാൻ പറ്റുമൊന്നുമില്ല. അബദ്ധങ്ങൾ പറ്റും. എല്ലാവരും ഭരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ MR അജിത് കുമാറിന്റെ കാര്യമാണെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും അജിത് കുമാറിനെ പേടിയോ എന്ന് ചോദിച്ചൊരു സമയമുണ്ടായിരുന്നു. അത് നമ്മൾ വിചാരിച്ച എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഇത്രയും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നെ നിയമ നടപടികളില്ലേ, അതിന്റെ ക്രമങ്ങളില്ലേ, ചിട്ടകളില്ലേ, അതൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമല്ലേ പറ്റുള്ളൂ. അതിപ്പോ കടലാസ് വെറുതെ എടുത്തിട്ട് ഉടനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നടപടിക്രമങ്ങളുണ്ടല്ലോ, പ്രൊസീജിയർ, ആ നടപടിക്രമം പാലിച്ചല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അല്ല, അദ്ദേഹത്തിന് DGP ആയിട്ട് പ്രൊമോഷൻ കിട്ടിയില്ല എന്നുള്ളത് ഇപ്പോൾ എന്നെപ്പോലെ എത്രയോ ആളുകൾക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു നല്ല ഓഫീസറാണെന്ന് ഒരിക്കലും ഒരു സൽപ്പേര് ഉണ്ടായിട്ടില്ല, മറിച്ച് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മിണ്ടൂല, എന്ത് പറയാനും മിണ്ടൂല, മിണ്ടാത്ത ഒരാളാണ്. ഒരിക്കലും അദ്ദേഹത്തിന് വിമർശനത്തെ പറ്റി മറുപടി പറയില്ല, വിശദീകരിക്കില്ല, ഒന്നുമില്ല. പിന്നെ പിണറായി വിജയന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അദ്ദേഹം സംഘപരിവാറിന്റെ ആളാണെന്ന് അന്നേ പരാതിയുണ്ട്.